നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വായ്പ എടുക്കുന്നതിന് അപേക്ഷകർ ഈടായി നൽകുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കർശന പരിശോധന വേണമെന്ന് സുപ്രീം കോടതി. വായ്പ അനുവദിക്കുന്നതിന് മുമ്പ് ജാമ്യവസ്തു സംബന്ധിച്ച ടൈറ്റിൽ സെർച്ച് റിപ്പോർട്ട് കുറ്റമുക്തമാക്കണമെന്ന് റിസർവ് ബാങ്കിനോടും ബാങ്കുകളോടും ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ടൈറ്റിൽ സെർച്ച് റിപ്പോർട്ടിന് പൊതുവായ സംവിധാനം വേണം. ജാമ്യവസ്തുവിന്റെ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കാതെ വായ്പ അനുവദിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്നും കോടതി റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടു. മധ്യപ്രദേശ് ഹൈക്കോടതി വിധിക്കെതിരെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നൽകിയത്. മധ്യപ്രദേശ് സ്വദേശിയായ പ്രഭാ ജെയിൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രഭാ ജെയിനിന്റെ പേരിലുള്ള സ്ഥലം ബാങ്ക് പിടിച്ചെടുത്തതിനെതിരെയാണ് നിയമ നടപടികൾ തുടങ്ങിയത്. ഈ സ്ഥലം തന്റെ പേരിലുള്ളതാണെന്നും എന്നാൽ താൻ അറിയാതെ തന്റെ ബന്ധു ഈ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റതാണ് എന്നാണ് പ്രഭ തന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരാളുടെ ബാധ്യത തീർക്കാൻ തന്റെ വസ്തു പിടിച്ചെടുക്കാനാകില്ല എന്ന് പ്രഭയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. നേരത്തെ പ്രഭയുടെ പരാതി വിചാരണ കോടതി തള്ളിയിരുന്നു. സർഫാസി നിയമപ്രകാരം ട്രൈബ്യൂണലിലാണ് തർക്കപരിഹാരം അധികാരമെന്നായിരുന്നു വിചാരണ കോടതിയുടെ വിധി. തർക്കം പരിഹരിക്കേണ്ടത് സിവിൽ കോടതിയാണെന്ന പ്രഭയുടെ വാദം കോടതി തള്ളി. തുടർന്ന് പ്രഭാ ജെയിൻ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തു. ഈ വിധിക്കെതിരെയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2002 നിയമം അനുസരിച്ച് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ ട്രൈബ്യൂണലിന്റെ പകരം സിവിൽ കോടതിക്കാണ് അധികാരമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പകൾ അനുവദിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു.